നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ആരംഭിക്കുകയാണല്ലോ. അതിന് മുന്നോടിയായിട്ട് ക്യാപ്റ്റൻസ് പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് പാകിസ്ഥാനെതിരെയുള്ള കളിയെക്കുറിച്ച് ചോദിക്കേണ്ടത് അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു, ഞങ്ങളല്ല ആ കളി റിഫ്യൂസ് ചെയ്തിട്ടില്ല, ഞങ്ങൾ കളിക്കില്ലെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, അവരാണ് റിഫ്യൂസ് ചെയ്തത്. ഞങ്ങളുടെ പ്ലാൻ വളരെ ക്ലിയർ ആണ്. മുംബൈയിൽ ഞങ്ങൾ ആദ്യം കളിക്കും, ദെൻ ഡൽഹിയിൽ കളിക്കും, അതിനുശേഷം ഞങ്ങൾ കൊളംബോയിലേക്ക് പോകും. അവരുടെ തീരുമാനത്തിന് മേൽ ഞങ്ങൾക്കൊരു നിയന്ത്രണവും ഇല്ലല്ലോ. ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളോട് മത്സരം 15-ാം തീയതി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിക്സർ എങ്ങനെയാണ്, ഏഷ്യ കപ്പിൽ ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു. ഈ മത്സരം നടക്കുകയാണെങ്കിൽ ഞങ്ങൾ 15-ാം തീയതി എന്തായാലും അവർക്കെതിരെ കളിക്കും. ഇപ്പോൾ ഇതിൽ മറ്റ് കാര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല. തീർച്ചയായിട്ടും ഇവിടെ ഞങ്ങളുടെ മൈൻഡ് സെറ്റ് വളരെ ക്ലിയറാണ്. ഞങ്ങൾ ഈ ഗെയിമിനോട് നോ എന്ന് പറഞ്ഞിട്ടില്ല. വി ഹാവ് ഡിസൈഡ് നോട്ട് ടു ദി ഗെയിം. ICC ഒരു ന്യൂട്രൽ വെന്യൂ തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ കൊളംബോയിലേക്ക് ആ കളിക്ക് വേണ്ടി പോകും. മറ്റുള്ളവർ അവരുടെ ഭാഗത്ത് എന്ത് ചിന്തിക്കുന്നു അത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ 7-ാം തീയതി ഞങ്ങളുടെ മത്സരം കളിക്കും, അതിനുശേഷമുള്ള കളിക്ക് ശേഷം കൊളംബോയിലേക്ക് ഞങ്ങൾ പോകും. ഇതാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. സോ അവരുടെ ഡിസിഷൻ എൻ്റെ കൺട്രോളിലല്ലല്ലോ. ഞങ്ങൾ 3 തവണ ഏഷ്യ കപ്പിൽ അവരോട് ഏറ്റുമുട്ടി. ആ മത്സരങ്ങളൊക്കെ ഞങ്ങൾ വിജയിക്കുകയും ചെയ്തു. ഇനി അവസരം കിട്ടുകയാണെങ്കിൽ കൊളംബോയിൽ ഞങ്ങൾ അവർക്കെതിരെ കളിക്കും. അതിൽ ഞങ്ങൾക്ക് വേറെ സംശയങ്ങളൊന്നുമില്ല. പിന്നെ ഇത് എൻ്റെ തീരുമാനമല്ലല്ലോ. ഇപ്പോൾ ഗവൺമെൻറ് എന്തെങ്കിലും തീരുമാനമെടുത്തു കഴിഞ്ഞാൽ എനിക്കതിൻ്റെ മേലെ മറ്റു മാറ്റങ്ങളൊന്നും വരുത്താനും പറ്റില്ല. ഫിക്സേഴ്സ് ഓൾറെഡി പുറത്തു വന്നതാണ്. ഞങ്ങൾ എന്തായാലും കൊളംബോയിലേക്ക് പോകും എന്ന് കൃത്യമായിട്ട് ഇന്ത്യൻ ക്യാപ്റ്റൻ മറുപടി പറയുന്നു. സോ ഇതാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ്റെ നിലപാട്. വളരെ സ്മാർട്ടായിട്ടുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളല്ല കളിക്കില്ല എന്ന് പറഞ്ഞത്. ഞങ്ങൾ പോവും, ഞങ്ങൾ കൊളംബോയിലാണ് ഷെഡ്യൂള്, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവും. ഏഷ്യ കപ്പിൽ ഞങ്ങൾ അവർക്കെതിരെ 3 കളി കളിച്ചില്ല, ഞങ്ങൾ ജയിച്ചില്ലേ, ഇനിയും കളിക്കും. ഇനിയും അവരിറങ്ങി ഞങ്ങൾ കളിക്കും. ഞങ്ങൾക്ക് യാതൊരു വിധ പ്രശ്നവുമില്ല, ഞങ്ങൾ കളിച്ചിരിക്കും. അവരിറങ്ങണം, അത് പിന്നെ അവരുടെ തീരുമാനമാണ്. അവരിറങ്ങണോ വേണ്ടതെന്നുള്ളത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല എന്ന് തന്നെ ഇന്ത്യൻ ക്യാപ്റ്റൻ കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറയുന്നു. ഇവിടെ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.